മുഖ്യമന്ത്രി പ്രഖ്യാപനം വരാനിരിക്കെ കോട്ടയത്ത് വീണ്ടും വി ഡി സതീശനായി ഫ്ലക്സ് ബോർഡ്. നിലപാടിന്റെ എണ്ണം പറഞ്ഞ രാജകുമാരനെന്ന ഫ്ലക്സ് ബോർഡിൽ പ്രശംസ. അഖിൽ കെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഖിൽ, തീരുമാനം ഹൈക്കമാൻഡ് എടുത്തു കഴിഞ്ഞു. സീൽഡ് കവറിൽ ദീപാദാസ് മുൻഷി ആ പേരുമായത് ദില്ലിയിൽ കേരളത്തിലേക്ക് എത്തുകയാണ്. അപ്പോഴും ഈ അവസാന നിമിഷത്തിലും ഫ്ലക്സ് പോര് തുടരുന്നു. അഖിൽ, തീർച്ചയായും നേതൃത്വങ്ങൾ കൃത്യമായി പറഞ്ഞാണ് ഫ്ലക്സ് ബോർഡുകൾ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ഫ്ലക്സ് ബോർഡ് യുദ്ധങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. VD, അതായത് കേരളത്തിന്റെ കരുതലായി വിളക്കായി എന്നുള്ളതാണ്. വിളക്ക് കത്തുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഒപ്പം തന്നെ ഇതിന് നേരെ മറുവശത്തായിട്ടാണ് മറ്റൊരു ഫ്ലക്സ് ബോർഡുകളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതിൽ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടിയുടെ ചിത്രം കൂടി ഉണ്ട്. അതിലാണ് ഈ പറയുന്ന പോലെ കേരളത്തിന്റെ എണ്ണം പറഞ്ഞ നിലപാടുകളുടെ രാജകുമാരൻ എന്ന ഒരു പേര് കൂടി അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. വളരെ കൃത്യമായി 2 ഫ്ലക്സ് ബോർഡുകൾ, അത് കഴിഞ്ഞ ദിവസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രിയോട് കൂടി തന്നെ വെച്ചിട്ടുള്ള 2 ഫ്ലക്സ് ബോർഡുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ എന്തായാലും നിരവധി ആളുകൾ, അതായത് ജനങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ വോട്ട് ചെയ്ത് രേഖപ്പെടുത്തിയത്. അപ്പോൾ അവരോട് കൂടി അഭിപ്രായം ചോദിക്കാം. ചേട്ടാ, ഈ മുഖ്യമന്ത്രിയുടെ തീരുമാനം ഇന്ന് വരും എന്നാണ് പറയുന്നത്. നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കണം എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുക. ഇന്ന് മുഖ്യമന്ത്രിയുടെ തീരുമാനം വരുന്നു. എന്താണ് പോയിന്റെ ഒരു വിഷമമുണ്ട്? ഉണ്ട്, തീർച്ചയായിട്ടും. വന്നിരുന്നെങ്കിൽ ഇതിനു മുമ്പ് എന്തെങ്കിലും പദ്ധതികളൊക്കെ നടപ്പിലാക്കുമായിരുന്നല്ലോ. എന്തില്ലെന്ന് കരുതുന്നുണ്ടോ ഈ ഒരു മുഖ്യമന്ത്രി ഒന്നും തീരുമാനം? നോക്കാം. പ്രതീക്ഷ ഉണ്ട്, തീർച്ചയായിട്ടും. തന്നെയാണ് ആളുകളുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഒരു പക്ഷേ ഈ ചേട്ടാ, ഇപ്പൊ ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപനം വരുന്നു പറയുന്നത്. എന്താണ് പ്രതീക്ഷ? മലയാളമല്ല, തമിഴാണ്. ആളുകളുണ്ട്, നിരവധി ആളുകൾ അപ്പുറത്തേക്കും ഉണ്ട് എന്നുള്ളതാണ്. ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ, എന്താണ് ഇന്നത്തെ ഒരു മുഖ്യമന്ത്രിയുടെ തീരുമാനം വരുന്നു പറയുന്നത്? ഇത്ര വൈകിപ്പോയി തോന്നുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും വൈകിട്ട് പോയിട്ടുള്ള ഒരു തോന്നലുണ്ട്. കാരണം നമ്മളൊക്കെ ഒരു വലിയ പ്രതീക്ഷയോടെയാണ് ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒരു വോട്ട് നൽകിയത്. ഇത്രയും ദിവസങ്ങൾ വൈകേണ്ട കാര്യങ്ങളില്ല. നമ്മൾ സതീശൻ വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കുന്നു. മുഖ്യമന്ത്രി സതീശനാവുന്നതാണ് ചേട്ടൻ പ്രതീക്ഷ? തീർച്ചയായിട്ടും മനസ്സിലാഗ്രഹം അത് തന്നെയാണ്. മറിച്ചൊരു തീരുമാനം വന്നാൽ അതിനെ സ്വീകരിക്കുമോ? എന്ത് ചെയ്യാൻ പറ്റുമോ? ഹൈക്കമാൻഡിലുള്ള തീരുമാനമല്ലേ. അപ്പോഴത്തേക്ക് നമുക്ക് ജനങ്ങൾക്ക് വേറെ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷേ വോട്ട് ചെയ്ത ജനങ്ങൾ ഒരു നിരാശരാകും. അത് തന്നെ സതീശൻ വരണം. തീർച്ചയായിട്ടും. ഒരു കാരണവശാലും ഇത്ര നീട്ടിക്കൊണ്ട് പോകണ്ടായിരുന്നു. അതൊരു നാണക്കേണ്ട ഒരു ഇതിലേക്ക് പോയിരിക്കുന്നു. പകിട്ട് കുറച്ചും തോന്നുന്നു. തീർച്ചയായിട്ടും. തന്നെയാണ്. അവിടേക്കും ഒരുപാട് ചേട്ടന്മാരൊക്കെ രാവിലെ ജോലിക്കായിട്ട് എത്തിയ ആളുകളുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ അവരുടെയൊക്കെ പ്രതികരണം കൂടി തേടാം. കാരണം എല്ലാവർക്കും നമ്മളിപ്പോൾ സംസാരിച്ചവരൊക്കെ ഒരു വി.ഡി. സതീശന് വേണം എന്നുള്ള അനുകൂലം, അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി തീരുമാനം വൈകിപ്പോയി എന്നൊരു പ്രതികരണം തന്നെയാണ് നടക്കുന്ന. ഒരു ചേട്ടൻ രാവിലെ തന്നെ ഇരിക്കുന്ന. ചേട്ടാ, ഇന്നിപ്പോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ തീരുമാനം വരുന്ന പറയുന്നത്. എന്താ ഇന്ന് വരുമോ? എന്താ പ്രതീക്ഷ ഒന്നുമില്ല. ജനങ്ങൾ മടുത്തുപോയി ഈ കോൺഗ്രസിന് വോട്ട് ചെയ്ത കാര്യം. കാരണം ഇത്രയും ദിവസമായിട്ട് അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റിയില്ലല്ലോ. അധികാരത്തിലേറുന്നതിന് മുമ്പ് തന്നെ ജനങ്ങളെ മടുപ്പിച്ചു എന്നാണോ? അതെ, സത്യമായിട്ടും. ചേട്ടൻ എന്താ പറയാനുള്ളത്? സതീശൻ പറഞ്ഞു, അല്ല മറ്റേ പുള്ളി പറഞ്ഞു. ഇയാൾ അങ്ങനെ വന്ന് വളരെ നന്ദി, ധന്യവാദ്. ധന്യവാദ്. ഇവിടെ ആളുകളുണ്ട് എന്നുള്ളതാണ്. ഇല്ല, മേടിച്ചില്ല. നമ്മുടെ കേരളം വികസന രാജ്യമാവും. കോട്ടയമാണ്. കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഫാൻസും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വന്നാൽ അടിപൊളിയാവുന്നതാണ് ആ ചേട്ടൻ പറഞ്ഞത്. ഇവിടെ വേറെ ചേട്ടന്മാരുടെ ചേട്ടാ, ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപനം വരുന്നു പറയുന്നു. പ്രതീക്ഷയുണ്ടോ? ഉണ്ട്. ആരായിരിക്കുന്ന പ്രതീക്ഷ? സതീശൻ. സതീശൻ അല്ല, സതീശൻ തോന്നിയത് തന്നെ. 5 കൊല്ലം കഷ്ടപ്പെട്ടല്ലേ, ഇത്രയൊക്കെ ആക്കിയില്ലേ. വരുമെന്നൊക്കെ ചില KC പക്ഷക്കാർ പറയുന്നുണ്ട്. രമേശ് ചെന്നിത്തല വരുമെന്ന് രമേശ് ചെന്നിത്തല പക്ഷക്കാരും പറയുന്നുണ്ട്. ഉണ്ട്. അത് വന്നു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ? ഇല്ലില്ല. മതി എന്നാണോ? വൈകിപ്പോയെന്ന് തോന്നുന്നുണ്ടോ മുഖ്യമന്ത്രി? ഉണ്ട്. എന്താ ചേട്ടന് പറയാനുള്ളത്? എനിക്കും പറയാനുള്ളൂ. എനിക്കും പറയാനുള്ളൂ. അതെ, അതാ ഏറ്റവും നല്ലത്. അതെ. ഈ ചേട്ടൻ എന്തോ പറയണോ? ചേട്ടാ, എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, പറഞ്ഞ വേറെ ഒന്നല്ല. അവര് നാട്ടുകാരെ നന്നാക്കല്ല, അവര് കൈയിട്ട് വരാൻ വേണ്ടിയായി മത്സരിക്കുന്ന. വേറെ നന്നാക്കാനില്ല എന്നുള്ള അഭിപ്രായം കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വേണ്ടിയല്ല അവര് ഇത് മെനക്കെടുന്നത്. അവരുടെ ഇത് കലാപത്തിൽ നിറയ്ക്കാൻ വേണ്ടിയാ അവര് 3 പേര് മത്സരിക്കുന്ന. അല്ല വേറെ എന്നതാ. മുഖ്യമന്ത്രി തീരുമാനം ഇപ്പോഴും വരാത്തതിലുള്ള ഒരു അമർഷം എന്തായാലും ആളുകളെ സംബന്ധിച്ചോളം ഉണ്ട് എന്നുള്ളതാണ്. ആളുകളൊക്കെ ആ ഒരു രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് എന്തായാലും നടത്തുകയും ചെയ്തിരിക്കുന്നത്. നമ്മൾ വ്യത്യസ്തമായ ഒരു പ്രതികരണം അവിടെ കേട്ടു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിയാൽ നല്ലതാണ് എന്നൊരു പ്രതികരണം ചേട്ടൻ. നമുക്ക് എന്തായാലും എവിടെ ഒരു ചേട്ടൻ കൂടി നിൽക്കുന്നു. ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ, മുഖ്യമന്ത്രി തീരുമാനം എന്ത് വരും? എനിക്കൊന്നും പറയാനില്ല.
ആ ചേട്ടനൊന്നും പറയാനില്ല എന്നാണ് പറയുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ തീരുമാനം വരട്ടെ, എന്തായാലും ഇന്ന് എത്തുമെന്ന പ്രതീക്ഷയിലുണ്ട്. എന്തായാലും ഇവിടെ നമ്മൾ കൂടുതലും കേട്ടത് വി ഡി സതീശൻ അനുകൂലമായിട്ട് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവണമെന്നൊരു അഭിപ്രായം പറയുന്ന ആളുകളെ തന്നെയാണ്. എന്തായാലും ആളുകൾ അത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ആളുകൾക്ക് മടുത്തു തുടങ്ങിയിട്ടുണ്ട് ഈ കോൺഗ്രസിനുള്ളിലെ കളികളും അതുപോലെ തന്നെ മുഖ്യമന്ത്രി തീരുമാനമാത്ത കാര്യങ്ങളൊക്കെ. അത്തരം പ്രതികരണങ്ങൾ തന്നെയല്ലേ നമുക്ക് രഞ്ജിത്ത് സുദ്ധിയുടെ ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി, അഖിൽ കെ ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്, നാട്ടുകാരുടെ പ്രതികരണങ്ങൾ പങ്കുവച്ചത്. എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രി ആരാണ് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമെന്ന പ്രതീക്ഷയിലാണ് ആലപ്പുഴക്കാർ. നമുക്ക് നാട്ടുകാരുടെ പ്രതികരണം കൂടി അറിഞ്ഞു പോകും. രാവിലെ ചായ കുടിക്കാൻ ഇറങ്ങിയവരോടൊപ്പം മനീഷ് മഹിപാൽ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് മനീഷ്. എന്തായാലും KC, RC, VD എല്ലാ ക്യാമ്പുകളും ഇപ്പോഴും പ്രതീക്ഷയിലാണ്. ഇനി മണിക്കൂറുകൾ മാത്രമേ